ഇന്ന് നമ്മളൊരു പ്രോൺസിന്റെ റെസിപ്പിയാ ചെയ്യാൻ പോകുന്നത്. അതും കാന്താരി ഉപയോഗിച്ച കാന്താരി പ്രോൺസ് ഫ്രൈ വിത്ത് കോക്കനട്ട് മിൽക്ക്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എന്റെ ചാനലിൽ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അപ്പം വീഡിയോ കാണാം. അപ്പം നമ്മള് കാന്താരി പ്രോൺസ് ഫ്രൈ വിത്ത് കോക്കനട്ട് മിൽക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു 15 പ്രോൺസ് നല്ലവണ്ണം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പിടി കാന്താരി എന്ന് പറഞ്ഞാൽ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എടുക്കാവൂ. അതും കുറച്ച് കറിവേപ്പില, അത് ഫ്രൈ പാനിൽ ഇട്ടുമ്പോൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇനി നല്ലവണ്ണം ഈ കാന്താരി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മളെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇപ്പം നമ്മള് ആ കാന്താരിയൊക്കെ ചതച്ചെടുത്തത് ആ പ്രോൺസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രോൺസ് നല്ല സോഫ്റ്റ് മീറ്റ് ആണ്, അതുകൊണ്ട് ഒരുപാട് സമയം ഇനി ഇത് പിടിപ്പിച്ച് വെക്കണ്ട. ഇനിയും നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പം പിടിപ്പിച്ച് വെച്ച ഉടനെ തന്നെ നമ്മള് പാനില് എണ്ണ ഒഴിച്ച് ഇത് വറക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒരുപാട് മസാലയൊന്നും വേണ്ട. 1/2 സ്പൂൺ ഉപ്പ് ഇട്ടു. ഉപ്പ് നമ്മളൊന്ന് നോക്കണം. നോക്കിയപ്പോ ഇത് ആവശ്യത്തിനുണ്ട്. ഞാൻ 1/2 സ്പൂണ് ചേർത്തപ്പോ ആ കാന്താരി ചതച്ചിട്ട് ഇനിയും നമ്മൾ എണ്ണ ഒഴിച്ച് വറക്കുവാണ്. ഒരുപാട് മസാലകൾ ചേർത്താൽ ഈ ഫിഷിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം. പാൻ നല്ലവണ്ണം ചൂടായി ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ആ എണ്ണയ്ക്കകത്ത് ആ കറിവേപ്പിലയുടെ മണമൊക്കെ നല്ലതാണ്. ഇനിയും നമുക്ക് പ്രോൺസ് ഇത് ഓരോ സൈഡും 4 മിനിറ്റ് വെച്ച് മതി. ഒരുപാട് സമയം ഇട്ട് നമ്മൾ അത് വേവിച്ച് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഓരോ സൈഡും ഒരു 4 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്താൽ മതി. അപ്പം നല്ല എന്തോ മണമാണെന്നോ. നമ്മൾ ആ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ആ കാന്താരിയുടെയൊക്കെ ഇതും ആ ലാസ്റ്റിലുള്ള കാന്താരിയൊക്കെ അതിനകത്തേക്ക് തന്നെ ഇടണം. ആ മസാലയില് നമുക്ക് ഇടയ്ക്ക് എണ്ണ വേണമെങ്കിൽ ഇച്ചിരൂടെ കുറച്ചുകൂടെ എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ കിടക്കുന്ന ഈ കാന്താരി ഒന്നും ഒട്ടും കളയണ്ട, അതെല്ലാം അതിലേക്ക് എടുത്തിടാം. നമുക്ക് ഇനി ഒരു കുറച്ച് എണ്ണയൂടെ നമുക്ക് തൂവി കൊടുക്കാം. ഇപ്പം 3 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാല് വേണം. നിങ്ങള് തേങ്ങ തിരുമിയെടുത്ത് പിഴിയുവാണേലും 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല, നല്ല കട്ടിക്ക് തേങ്ങാപ്പാല്. കോക്കനട്ട് മിൽക്ക് പൗഡർ ആണേലും നല്ല തിക്കായിട്ട് ഉള്ള മിൽക്ക് കലക്കി എടുക്കണം. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാന്. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് തേങ്ങാപ്പാല് ചേർത്ത് വറുത്തെടുക്കുന്നു. ഞാൻ 2 വിധവും ഇവിടെ ചെയ്യാറുണ്ട്. ഇത് ഈ കാന്താരിയുടെ കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ നല്ലതാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇത് കോക്കനട്ട് മിൽക്ക് നല്ല തിക്കായിട്ട് കലക്കിയതാണ്. ഇത് കുറച്ചിങ്ങനെ തൂവി കൊടുക്കാം. ഇത് ഇനി ഈ കോക്കനട്ട് മിൽക്ക് കിടന്ന് ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. കറി ലീഫ് എന്തോരം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നല്ലതാണത്. ആ കറി ലീഫും നമുക്ക് തിന്നാൻ നല്ലതാണ്. ആ കാന്താരിയുടെ ഉപ്പിന്റെയും ആ പ്രോൺസിന്റെ ഒക്കെ ആ ജ്യൂസൊക്കെ ഇറങ്ങിയുള്ള കറിവേപ്പിലയും നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമ്മള് മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇത് ഇരുന്നാൽ മതി. ഓരോ സൈഡും ഞാൻ 4 മിനിറ്റ് വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൊത്തം 8 മിനിറ്റ് ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് വെജിറ്റബിളിൽ ഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അതൊരു ബെഡ് പോലെ ഉണ്ടാക്കി വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ കാന്താരി പ്രോൺസ് വിത്ത് കോക്കനട്ട് മിൽക്ക് ഫ്രൈ ആണ് ഇത്. അങ്ങോട്ട് നല്ല മണമാണ് ഇതിന്. ഇനി ഒന്ന് ചർച്ചിൽ പോയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ
ചർച്ചിൽ പോയിട്ട് വന്നു കഴിഞ്ഞാണ് ഇത് കഴിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി മണം. ആ കാന്താരി കോക്കനട്ട് ഓയിലിൽ കിടന്ന് ഫ്രൈ ആയതിൻ്റെയൊക്കെ നല്ല മണമാണ്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതേമാതിരി ഒരുപാട് മസാലയൊന്നും ചേർത്ത് ആ പ്രോൺസിൻ്റെ രുചി നഷ്ടപ്പെടുത്തല്ലേ. ഉപ്പും കാന്താരിയും കറിവേപ്പിലയും മാത്രം മതി, കുറച്ച് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാന്താരി പ്രോൺസ് വിത്ത് കോക്കനട്ട് മിൽക്ക് ഫ്രൈയുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോഴേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വെരി സിമ്പിൾ ആൻഡ് ഈസി ഒരു റെസിപ്പിയാണ്. ഈ ബിഗിനേഴ്സിനും എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ബൈ.